ആര് ചെയ്തതാ? ഞാനാ. ഏട്ടൻ ചെയ്തെന്നോ? എന്തിന്? ഞാൻ തന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് ഏട്ടൻ വഴക്ക് പറഞ്ഞു. താനല്ല അത് ചെയ്തേ. അങ്ങനല്ല ഏട്ടാ, ഞാനാ ശ്രദ്ധിക്കാതെ കീർത്തിക്ക് എക്സ്പയർഡ് ആയ ടാബ്ലറ്റ്സ്. ആ തെറ്റ് ചെയ്തത് താനല്ല, ഏട്ടത്തിയാ. അല്ല ഏട്ടാ, ഞാൻ ആ ടാബ്ലറ്റ്സ്. മതി. താനും ഏട്ടത്തി സംസാരിച്ചതല്ല ഞാൻ കേട്ടു. എന്തിനു വേണ്ടിയാ ഓരോ പ്രാവശ്യം താൻ ചെയ്യാത്ത തെറ്റ് സ്വയം ഇങ്ങനെ ഏറ്റെടുക്കുന്നത്? ഒരു കണക്കിന് നോക്കിയാ ഏട്ടത്തിയുടെ കാര്യത്തിൽ താൻ ചെയ്തു തന്നെയാ ശരി. എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ, ഏട്ടത്തി അമ്മ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടേ ഇല്ല. ഏട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മ നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏട്ടത്തി അമ്മ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നമ്മ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ മകളുടെ കാര്യത്തിൽ തെറ്റ് ചെയ്തു എന്ന കുറ്റബോധത്തോടിരിക്കുന്ന ഏട്ടത്തി ഇതിലും അധികം വേദനിച്ചത്. ഏട്ടനും ഒരുപാട് വിഷമായേനെ. ഏട്ടത്തിയെ താൻ സേവ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഏട്ടൻ അവർ ഏട്ടത്തി അമ്മയാണെങ്കിൽ എനിക്ക് എന്റെ ചേച്ചിയാ. ഏട്ടനേക്കാളും എനിക്ക് അധികാരം കൂടുതൽ. അപ്പോ ഞാനും തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ, ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു. അത് ഏട്ടന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ മാത്ര, അല്ലാതെ മനസ്സിൽ നിന്ന് വന്നതല്ല. എന്നെ ഈ കുടുംബത്തെയും താൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വഴക്കായി തന്നെ മാറാറുണ്ട്. ഒരാൾ മറ്റൊരാളെ വഴക്ക് പറയുന്നത്, സംഭവിച്ച തെറ്റിന് വേറൊരാളെ കുറ്റപ്പെടുത്തുന്നത്, തൻ്റെ കയ്യിൽ അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ താൻ എല്ലാ കാര്യങ്ങളും നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും സന്തോഷമായിട്ടായിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചുണ്ടാവുമെന്ന് താൻ ആഗ്രഹിക്കുന്നു. തന്നെ കൊണ്ട് ഇതിനെല്ലാം എങ്ങനെ കഴിയുന്നു? ഇതൊന്നും അത്ര വലിയ കാര്യമല്ലല്ലോ. ഈ കുടുംബം വളരെ നല്ലൊരു കുടുംബാ. ഏട്ടനെ പോലെ ഒരു നല്ല മനുഷ്യനെ എനിക്ക് ഭർത്താവായി കിട്ടിയിരിക്കുക. ഇത്രയും നല്ലൊരു ഫാമിലിയിലെ ഒരു അംഗമായിരിക്കുക ഞാൻ. ഇതിലും വലിയൊരു ഭാഗ്യം എനിക്ക് എന്ത് കിട്ടാനേട്ടാ? ജീവിതകാലം മുഴുവൻ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതിയേട്ടാ. അതൊക്കെ പോട്ടെ, താൻ എന്നോട് ക്ഷമിച്ചോ അതോ ഇല്ലയോ? എന്തിനാ ഞാൻ ക്ഷമിക്കണ്ടേ? എന്താ ഇങ്ങനെ പറയുന്നത്? തന്നോട് ഞാൻ ക്ഷമ പറഞ്ഞില്ലേ? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഈ 4 ചുമരുകൾക്കുള്ളിൽ വന്ന് ക്ഷമ ചോദിച്ചാൽ എല്ലാം ശരിയാവുന്നാണോ? ശരി, എല്ലാവരും മുമ്പിൽ വെച്ച് ഞാൻ സോറി പറയട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? ഓക്കെ, ഞാനിപ്പോ എന്ത് ചെയ്താലും താൻ എന്നോട് ക്ഷമിക്കുക? ഇനി ഒരിക്കലും ഏട്ടൻ എന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്യരുത്. ഞാനതൊരിക്കലും ക്ഷമിക്കില്ല. ഞാൻ പ്രണയിക്കും. അപ്പോ ക്ഷമിക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നല്ലേ? ക്ഷമ ചോദിക്കുന്നത് വളരെ വലിയ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഐ എം സോറി. Sorry. One second. I'm sorry. I'm sorry. I'm really sorry.
ആവശ്യമില്ലാതെ ഈ പൂവൊക്കെ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുക. കണ്ണാടി മുഴുവനും ചീത്തയാക്കി. ഓ അത് ശരി, അപ്പൊ എന്നോട് ക്ഷമിക്കില്ല അല്ലേ? ദേ നോക്കിക്കേ, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. എന്ത് ചെയ്യുമെന്നാ? ഞാൻ ഈ പൂ എടുത്തങ്ങ് അറിയും. ആഹാ, പൂ അറിയോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. എന്താ, എന്നെ കൊണ്ട് അറിയാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ? എന്റെ നേരെ അറിയാറായോ? നിക്ക്, ഞാൻ കാണിച്ചു തരാം. പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേയിൽ വന്നേ ചാരേ, പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ, കണ്ണോട് കാവലായി കസ്തൂരി തെന്നലില്ലേ, കുഞ്ഞു കുറുമ്പോളവുമായി കൂടെ ഞാനും ഇല്ലേ. ചിന്തകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി നീ തന്നിതെന്നിൽ മായാ പ്രപഞ്ചം, ഞാൻ നിഴലായെന്നും. പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേയിൽ വന്നേ ചാരേ, പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ. എന്നുമെൻ നെഞ്ചിലെ ശ്വാസമേ, ഏകാന്തമാമിൻ മാത്രകളിൽ ഏതോർമതൻ ചൂടിൽ വാടുന്നു നീ, ഈറന്നിലാവായി പോരാതെ നിന്നിൽ പൊഴി. എന്ത് വെഡിങ് ഡേക്ക് നിന്റെ ഹസ്ബൻഡ് ഡയമണ്ട് റിംഗ് വാങ്ങി തന്നോ? അതെ, എന്ത് ഭംഗിയാണെന്ന് അറിയോ? ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. ഓ, ഒരു ഡയമണ്ട് റിംഗിൽ നീ ഇത്രയും സർപ്രൈസ് ആയെങ്കിൽ എന്റെ അഖിൽ എനിക്ക് എന്താ വാങ്ങി തന്നെന്ന് അറിയോ? എന്താ വാങ്ങി തന്നെ? പ്ലാറ്റിനം നെക്ലേസ് വാങ്ങി തന്നെ. റിയലി? അഖിൽ എപ്പോഴും എനിക്ക് ഓരോ സർപ്രൈസ് തന്നോണ്ടേയിരിക്കും. ദിവസവും ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങി തന്നോണ്ടിരിക്കും. നീ ശരിക്കും ലക്കിയാടി. എനിക്കൊരു ഭർത്താവുണ്ട്. എന്ത് ചോദിച്ചാലും ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ടിരിക്കും.
എന്റെ അഖിൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നതിന് മുൻപ് എനിക്ക് എല്ലാം വാങ്ങിത്തരും. അതിനൊരു ഭാഗ്യമൊക്കെ വേണം. ആ, ആ, അതെ അതെ അതെ. അഖിൽ വന്നിട്ടുണ്ട്. ഞാൻ വയ്ക്കുന്നേ. ഗുഡ് നൈറ്റ്. നീ വന്നിട്ട് ഒരുപാട് നേരമായോ അഖിൽ? കള്ളവും പെണ്ണുങ്ങളും ഒരുമിച്ച് ജനിച്ചവരാണെന്ന് എന്റെ മുത്തശ്ശൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അതിപ്പോ സത്യമായി. അതിനിപ്പോ ആരാ കള്ളം പറഞ്ഞേ? നീ തന്നെ കുറച്ചു നേരമായിട്ട് അൺസ്റ്റോപ്പബിൾ ആയിട്ട് കള്ളം പറഞ്ഞോണ്ടിരിക്കല്ലേ. പിന്നെ എന്ത് ചെയ്യടായിരുന്നു? നീ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ കവർ ചെയ്യാൻ പറ്റൂ? എന്റെ ഫ്രണ്ട് സ്മിത നമ്മളെ പോലെ ലവ് മാരേജാ ചെയ്തത്. അവളുടെ ഭർത്താവ് ഒരു പൂവറാ. ഒരു ചെറിയ ജോലിയാ ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നിട്ടും വെഡിങ് ഡേക്ക് ഡയമണ്ട് റിംഗ് വാങ്ങിക്കൊടുത്തേ. എന്റെ ഈ സൗന്ദര്യത്തിന് പിത്തള പോലും വാങ്ങി തന്നിട്ടില്ല. നമ്മുടെ വെഡിങ് ഡേ അതിന് ആയില്ലല്ലോ. ഓ, ആയിരുന്നെങ്കിൽ കാണായിരുന്നു. എനിക്ക് എന്തെങ്കിലും വാങ്ങി തരാൻ വേണ്ടി നീ അതിന് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ ജോലിക്ക് വേണ്ട ആവശ്യം എന്താടി? നമ്മുടെ ഈവന്റിൽ തന്നെ ഒരുപാട് ജോലിയില്ലേ? വർക്കേഴ്സിനും നിനക്കും എന്ത് വ്യത്യാസം അഖിൽ? അവർക്കാണെങ്കിൽ നിന്റെ അഭിയേട്ടൻ സാലറി എങ്കിലും കൊടുക്കുന്നുണ്ട്. നിനക്കെന്താ തരുന്നേ? ക്യാഷ്യറോട് പറഞ്ഞ് എനിക്ക് എത്ര കാശ് വേണമെങ്കിലും എടുക്കാൻ പറ്റും. എന്നിട്ട് നിന്റെ ഏട്ടന് കണക്ക് കൊടുക്കണമല്ലോ. എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ കാർത്തിക. ഓക്കെ. നിന്റെ ഏട്ടൻ എത്ര വാങ്ങുന്നുണ്ടെന്നും എത്ര ചെലവ് ചെയ്യുന്നു നിന്നോട് കണക്ക് പറയാറുണ്ടോ? ഏട്ടൻ എന്തിനാ എന്നോട് പറയണം? പിന്നെ നീ മാത്രം എന്തിനു പറയണം? നിനക്കിപ്പോ എന്താടി പ്രശ്നം? ആദ്യം നിന്റെ പ്രശ്നം എന്താന്ന് പറ. എന്താകണമെന്നാ വിചാരം? എപ്പോഴും ഇങ്ങനെ ഏട്ടന്റെ വാലും പിടിച്ച് നടക്കണമെന്നാണ് ആഗ്രഹം. നിനക്കായിട്ടൊരു സ്വന്തം സമ്പാദ്യമൊക്കെ വേണ്ടേ? കുറച്ചു നാൾ മുമ്പ് വരെ ഒന്നും അറിയാതെ പാവത്തെ പോലെ ഇരുന്ന നിന്റെ ചേട്ടൻ ഇന്ന് സ്വന്തമായിട്ട് ഈവന്റ് ഒക്കെ നടത്തുവാ. ഭാവനേട്ടത്തേക്ക് ഗോൾഡ് ചെയിനൊക്കെ വാങ്ങിക്കൊടുത്തു. കാവ്യക്കാണെങ്കിൽ ചോദിക്കുന്ന പോക്കറ്റ് മണി കൊടുക്കുന്നു. നീ എന്നാണാവോ ഈവന്റ് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് കാശ് സമ്പാദിക്കുന്നത്? ഭാസ്കരേട്ടനെ പോലെ നോക്ക എനിക്ക് ഒരു ദിവസം വരും. അത് തന്നെ. ആ ദിവസം എന്ന് വരുമെന്നാ ചോദിക്കുന്നേ? അത് എന്റെ കയ്യിലുള്ള കാര്യമാണോ? നിന്റെ കയ്യിൽ അതിനൊന്നും ഇല്ലല്ലോ അഖിൽ. എന്താന്നറിയാവോ? നീ കൈയും കാലും ഇല്ലാത്തവനാ. കാർത്തിക, എന്താ ദേഷ്യം വരുന്നുണ്ടോ? സ്വന്തം ഭാര്യയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് പോലും വാങ്ങി തരില്ല. ഭാര്യ കള്ളം പറയുന്നു വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്റെ ഭർത്താവ് ഒരു മിടുക്കനാണെന്ന് കള്ളം പറയാതെ ഒരു ഗുണവും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് നാണം കെടുത്തുന്നോ? സ്വന്തമായിട്ട് ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്നാണോ പറയുന്നേ? ഞാൻ വേസ്റ്റ് ആണെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ സ്നേഹിച്ചേ? തെറ്റ് പറ്റിപ്പോയി. നിന്നെ സ്നേഹിച്ചത് വലിയൊരു തെറ്റാണെന്ന് കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാ മനസ്സിലായത്. ഈ വീട്ടിൽ നിന്നാൽ നിനക്ക് മുന്നേറ്റം ഉണ്ടാവില്ല, സമ്പാദ്യം ഉണ്ടാവില്ല, വിലയും ഉണ്ടാവില്ല. എന്റെ വീട്ടിൽ പോകാം. എന്റെ മോം നിനക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇട്ടു തരാന്ന് ഒരുപാട് തവണ പറഞ്ഞതല്ലേ? അത് നീ കേട്ടോ? ഇവിടെ തന്നെ നിൽക്കുമെന്നുള്ള വാശിയാ. നീയും ബുദ്ധിമുട്ടി എന്നെയും ബുദ്ധിമുട്ടിക്കുക. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീയാ ഇല്ലാത്തതിനൊക്കെ ഉള്ളതായിട്ട് സങ്കല്പിച്ച് ബുദ്ധിമുട്ടുന്നേ. നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയാൽ എന്താണ് പ്രശ്നം? ഇങ്ങോട്ട് നോക്ക്. ഈ കുടുംബത്തെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോകണമെന്നുള്ള ചിന്ത നിന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടാവരുത്. അങ്ങനെ ഒരു അവസ്ഥ വന്നാ നമ്മൾ തമ്മിൽ പിരിയേണ്ടി വരും. അഖിൽ, രാഹുൽ എന്താ ഇതുവരെ വരാത്തെ? കോഫി എടുത്തോ കാവ്യ? താങ്ക്സ്. എന്താ ഒരുമാതിരി ഇരിക്കുന്നേ? ഞാൻ എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് പ്രോബ്ലം ആണോ? അമ്മേ, എനിക്ക് പാല് കൊണ്ടുവരോ? ഇപ്പൊ കൊണ്ടുവരാ ഉണ്ണി. ഗുഡ് മോർണിംഗ് കാവ്യ ചേച്ചി. മോർണിംഗ്.
കാലത്ത് തന്നെ വസുവും കാവ്യയും തുടങ്ങി. അതെ ആന്റി, ഇത് നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. അതാ ചെയ്യാൻ പോകുന്നേ. ആ എന്തു പറ്റി കാവ്യ? രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ല. ആ അല്ല, നിന്റെ പെയിന്റിംഗ് സാർ എന്താ ഇതുവരെ വരാത്തെ? സാറിന് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. അതെ, ഞാനും എന്റെ മാഷിന് വേണ്ടിയാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ. എപ്പോ വരുമോ എന്തോ. ഉണ്ണി, ഇതെടുത്തോ. കോഫി കൊണ്ടുവരട്ടെ ഇളമേ? കൊണ്ടുവാ മോളെ. കാർത്തിക, നിനക്കോ? വേണ്ട ഏട്ടത്തി. ഉണ്ണി, ഇരുന്ന് കുടിക്കും മോനെ, ചെല്ല്. യു ഇഡിയറ്റ്. സോറി ചേച്ചി. എന്ത് സോറിയാടാ? നിനക്കെന്താ നേരെ നോക്കി നടക്കാൻ അറിയില്ലേ? മാനേഴ്സ് അറിയില്ലേ? കഷ്ടപ്പെട്ടാ റെഡിയായത്, നീ ഡ്രസ് ഇല്ലാതാക്കിയല്ലോ. എന്തെവിടെ പ്രശ്നം? എന്തു പറ്റി ഉണ്ണി? എന്റെ കാല് സ്ലിപ്പായി പോയ അമ്മ. അപ്പൊ ചേച്ചിയുടെ ദേഹത്ത് പാല് വീണു. അതെങ്ങനെയാ നിന്റെ കാല് സ്ലിപ്പാവുന്നേ? മനഃപൂർവ്വം എന്റെ ഡ്രസ് ഇല്ലാതാക്കിയതാ. ഞാൻ ഹാപ്പിയായിരിക്കുന്നത് നിനക്കും നിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും എന്റെ ഹാപ്പിനെസ് സ്പോയിൽ ചെയ്യാൻ വന്നോളൂ. കാവ്യ, നീ എന്തൊക്കെയായി പറയുന്നേ? ചെറിയ കുട്ടി അറിയാതെ ചെയ്തു പോയ കാര്യം നീ അതത്ര വലുതാക്കേണ്ട കാര്യമുണ്ടോ? ഇവനാണോ അമ്മയ്ക്ക് കൊച്ചുകുട്ടി? ചക്കപ്പോത്തിനെ പോലെയുണ്ട്. വാ എടക്കടി. തെറ്റ് ചെയ്തത് ഇവനാ. ഞാൻ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ എങ്ങനെയാ അമ്മേ? കണ്ടോ എന്റെ ഡ്രസ് എല്ലാം വൃത്തിയേടാക്കി. ഡ്രസ്സ് ചീത്തയായാൽ പോയി വേറെ ഡ്രസ്സ് എടുത്തിടണം. അതല്ലാതെ സ്വന്തം അനിയനെ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. നിങ്ങളും ഇവനെയാണോ സപ്പോർട്ട് ചെയ്യുന്ന അമ്മേ? നിങ്ങൾ എന്റെ പെറ്റമ്മയാണോ അതോ വളർത്തമ്മയാണോ? എന്നെ നിങ്ങൾ പ്രസവിച്ചതാണോ എടുത്തോണ്ട് വന്നതാണോ? കാവ്യ, ഭാവനെ, നീ എന്തായി കാണിക്കുന്നേ? പ്രായം തികഞ്ഞ പെണ്ണിനെ തല്ലാൻ നോക്കുന്നോ? കൈ താഴ്ത്ത്. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ കൈ ഓങ്ങുന്നേ? കണ്ടോ മുത്തശ്ശി, ഇവൻ എന്റെ ഡ്രസ് വൃത്തിയേടാക്കി. അമ്മ അവനെ വഴക്ക് പറയാതെ എന്നെ വഴക്ക് പറയോ? അവനെ വഴക്ക് പറയാനുള്ള ധൈര്യം നിന്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ട് വേണ്ടേ മോളെ? മുന്നിൽ വസു നിൽക്കുമ്പോ എങ്ങനെ വഴക്ക് പറയാനാ? ഉണ്ണി അറിയാതെ തെറ്റ് ചെയ്തു പോയതാ. അത് മനസ്സിലാക്കാതെ കാവ്യ ഉണ്ണിയെ വഴക്ക് പറയാൻ തുടങ്ങി. അതുകൊണ്ടാ ഭാവനേച്ചി ദേഷ്യപ്പെട്ടത്. അത് തെറ്റാണോ? എപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതാണോ നിങ്ങളുടെ രീതി? അമ്മയും മോനും അടങ്ങിയിരിക്കില്ലെന്നാണോ? കാവ്യയോട് നിങ്ങൾക്കിപ്പോ എന്താ ഇത്ര പക?
കാവ്യയോട് ഞങ്ങൾക്ക് എന്ത് പക തോന്നാൻ അമ്മേ? പകയൊന്നുമില്ലെങ്കിൽ പിന്നെ ഒരു കാരണവും ഇല്ലാതെ കാവ്യ എന്തിനാ വഴക്ക് പറയുന്നേ? നിന്റെ മോൻ ഉണ്ണിയെ കൊണ്ട് കാവ്യയുടെ ഡ്രസ് എന്തിനാ ചീത്തയാക്കിയേ? ചോദിക്കുന്ന കേട്ടില്ല, ഉത്തരം പറ. ഈ വീട്ടില് നീയും നിന്റെ മോനും മാത്രം താമസിച്ചാ മതിയോ? വേറെ ആരും താമസിക്കാൻ പാടില്ലേ? നിങ്ങളുടെ മുന്നിൽ ആരും സന്തോഷിക്കാൻ പാടില്ലേ? അങ്ങനെ ഒരു ദുരുദ്ദേശം ഞങ്ങൾക്ക് ഇല്ല ഇളയമേ. പിന്നെ എന്തുദ്ദേശത്തിലാ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ? നിനക്കെന്തു പറ്റി ഭാവനെ? അവള് നിന്റെ മകളല്ലേ? അവളുടെ നല്ലതും ചീത്തയും നീയല്ലേ നോക്കണ്ടേ? നീ അവളുടെ അമ്മയാണോ അതോ ശത്രുവാണോ? അവള് ഉണ്ണിയെ വഴക്ക് പറയായിരുന്നു അമ്മേ. തെറ്റ് ചെയ്ത ആരായാലും വഴക്ക് പറയും. അറിയാതെ ചെയ്ത തെറ്റിന് അവൻ അറിയാതെ ആ തെറ്റ് ചെയ്തെന്ന് നിനക്കറിയോ ഭവനെ? ചില പറഞ്ഞോണ്ട് ചെയ്താണെങ്കിലോ? സത്യമായിട്ടും അമ്മൂമ്മ, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. നീയും നിന്റെ അമ്മയെ സത്യവും കള്ളവും നന്നായി പറയുന്നുണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നത് നിങ്ങൾക്ക് ശീലമല്ലേ? എന്റെ അമ്മ പറയുന്ന വാക്ക് പാലിക്കാത്ത ആളല്ല അമ്മൂമ്മ. ആ, മുട്ടേന്ന് വിരിഞ്ഞില്ല. എന്തു വലിയ വർത്താനാടാ നീ പറയുന്നേ? പെറ്റമ്മയെ പറഞ്ഞപ്പോ നിനക്ക് നോവുന്നുണ്ടോടാ? നിന്റെ ആക്രോശവും ദേഷ്യവും ഒക്കെ വേറെ എവിടെയെങ്കിലും കാണിച്ചാ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കൂ എന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ട. നിങ്ങളുടെ ലിമിറ്റിലിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിന്നോടുകൂടെ പറയുന്നത് ഭാവനെ. ഈ വസു പറയുന്നത് കേട്ട് നീ കാവ്യ എന്തെങ്കിലും ചെയ്താ ഞാൻ വെറുതെ ഇരിക്കില്ല. തോളോടൊപ്പം വളർന്ന മകളെ തോഴിയായിട്ട് കാണണം, ശത്രുവിനെ പോലെയല്ല. ഈ കാര്യം ചിലപ്പോ വസുവിന് അറിയില്ലായിരിക്കും. നിനക്കിതെന്ത് പറ്റി? കാവ്യേ, നീ പോയി ഡ്രസ്സ് മാറ്റുമോളെ. നിന്റെ പെയിന്റിംഗ് ക്ലാസ്സിന് സമയമായില്ലേ? ആരെങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ മതി.